ജനക്ഷേമത്തിന് ഊന്നൽ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. To focus on four major castes, namely the Garib, Mahilayen, Yuva and Annadata, the poor, women, youth and the farmer. സ്ത്രീകൾക്കും കുട്ടികൾക്കും 3 ലക്ഷം കോടിയുടെ പദ്ധതി. തൊഴിൽ നൈപുണ്യ പദ്ധതിയിലൂടെ 20 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി. മുദ്രാ ലോൺ വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി വീടുകൾ നൽകും. നഗരങ്ങളിലെ ദരിദ്ര വിഭാഗങ്ങൾക്കും പിന്നോക്കക്കാർക്കുമായി 10 ലക്ഷം കോടിയുടെ പദ്ധതികൾ. Announcing a comprehensive review of the Income Tax Act 1961. The purpose is to make the act concise, lucid, easy to read and understand. This will reduce disputes and litigation, thereby providing tax certainty to the taxpayers. I propose to decriminalize delay for payment of TDS up to the due date of filing statement for the same. ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരവുമായി കേന്ദ്ര ബജറ്റ്. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി. ആദായ നികുതിയിലെ പുതിയ സ്കീം തെരഞ്ഞെടുത്തവർക്ക് 75,000 രൂപ വരെ ലാഭിക്കുവാനുള്ള പദ്ധതികൾ. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. വസ്ത്രങ്ങൾക്കും മൊബൈൽ ഫോണിനും വില കുറയും. 3 ക്യാൻസർ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കി. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. കസ്റ്റംസ് തീരുവ 6% കുറച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ നിരാശ. ഇത്തവണയും സംസ്ഥാനത്തിന് പ്രത്യേക പദ്ധതികളില്ല. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന സംസ്ഥാന ആവശ്യം നിരാകരിച്ചു. എയിംസിനായുള്ള കാത്തിരിപ്പും നീളും. ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്, ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത്. രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല, മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവും ആയുസ്സും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നേക്കുന്നത്. കേരള വിരുദ്ധമായ ബജറ്റ് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സഖ്യകക്ഷികളെ ബജറ്റിലും പിണക്കാതെ മോദി സർക്കാർ. ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ. ബീഹാറിന് 26,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ്. ബീഹാർ കേന്ദ്രമായി വ്യവസായ ഇടനാഴി സ്ഥാപിക്കും. 11,500 കോടി രൂപയുടെ പ്രളയ നിർമ്മാർജ്ജന പദ്ധതി. ആന്ധ്രയ്ക്ക് തലസ്ഥാന വികസനത്തിനായി 15,000 കോടിയുടെ പ്രത്യേക പാക്കേജ്. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. സെൻസെക്സ് 1000 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 380 പോയിന്റ് ഇടിഞ്ഞു. വിപണിക്ക് ഉണർവേകുന്ന പ്രഖ്യാപനങ്ങൾ ഇല്ല. ചീരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ശക്തമായ കാറ്റും മഴയും തടസ്സം. ഗംഗാവാലി പുഴയിലും തീരത്തും തിരച്ചിൽ. ശിരൂരിലേത് ഗൗരവതരമായ സംഭവമെന്ന കർണാടക ഹൈക്കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. തൽസ്ഥിതി റിപ്പോർട്ട് നാളെ സമർപ്പിക്കണമെന്ന നിർദ്ദേശം. അട്ടശല്യം അസഹനീയം. തിരൂരിൽ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികൾ. BPAG വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിട്ട ശേഷവും സമരം തുടരുന്നു. സ്കൂളിലെ അട്ടശല്യത്തിൽ പരിഹാരം വേണമെന്ന ആവശ്യം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു. ഇന്ന് തന്നെ വാദം പൂർത്തിയാക്കണമെന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുപ്പ് നടത്തണം. വിദ്യാർത്ഥികളെ അനിശ്ചിതത്വത്തിൽ നിർത്താനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ്. ബാർകോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം ശരിവെച്ച ക്രൈംബ്രാഞ്ച്. പണപ്പിരിവ് നടത്തിയത് മദ്യനയമാറ്റവുമായി ബന്ധപ്പെട്ടല്ലെന്ന അന്വേഷണ സംഘം. കോഴയ്ക്കായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ല. പിരിവെടുത്ത കെട്ടിടം വാങ്ങാനെന്നും കണ്ടെത്തൽ. ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ മൂലമാണെന്നും ക്രൈംബ്രാഞ്ച്.
തർക്കം നിലനിൽക്കുന്ന ഓടക്കാലി സെയിന്റ് മേരീസ് പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമം പരാജയം. സഭാവിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറി. പ്രതിഷേധത്തിനിടെ 6 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വിധി നടപ്പാക്കാനാവാതെ പോലീസ് പിൻവാങ്ങുന്നത് 11ാം തവണ. നിപ കേസുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനം ഊർജിതമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് 19 സാമ്പിൾ പരിശോധിക്കും. 5 എണ്ണം ഹൈ റിസ്ക്. വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ NIVയിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കും. നിപ ബാധിത മേഖലകൾ സന്ദർശിച്ച വൈറസിന്റെ ജീനോമിക് സർവേ നടത്തും. ആയിരച്ചു തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി KD പ്രതാപന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി കല്ലൂർ PMLA കോടതി. പ്രതിക്കെതിരായ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതെന്ന കോടതി. പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഫുട്ബോളിൽ അർജന്റീനയും സ്പെയിനും ഇറങ്ങും. മറ്റന്നാൾ അമ്പെയ്ത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ വെള്ളിയാഴ്ച. വനിതാ ഏഷ്യ കപ്പിൽ ജയം തുടരുവാൻ ഇന്ത്യ ഇന്നിറങ്ങും. 3ാം മത്സരത്തിൽ എതിരാളികൾ നേപ്പാൾ. മത്സരം വൈകിട്ട് 7 മണിക്ക്. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമിയിൽ. ഓസ്ട്രിയയിലെ ജനറാലി ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട ഇന്ത്യയുടെ സുമിത് നാഗൽ ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടറിൽ എതിരാളി സ്പാനിഷ് താരം. സുമിത് നാഗൽ ഇന്ത്യയുടെ 1ാം നമ്പർ ടെന്നീസ് താരം.